എല്ലാവർക്കും വണക്കം, നമസ്കാരം. ഗിരീഷ് സാർ. നമുക്ക് നമ്മുടെ അടുത്ത എപ്പിസോഡിലോട്ട് പോവാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഇത് സ്കിപ്പ് ചെയ്ത് കാണരുത്. ഫസ്റ്റ് ഇയറിന്റെ പരീക്ഷ ഡേറ്റ് വന്നോ, തരംഗമായിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബിനകത്തും പത്രങ്ങളിലും എല്ലാം വരുന്ന +1 ഡേറ്റ് വന്നോ, 2 +2 ക്ലാസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, റീവാലുവേഷന്റെ റിസൾട്ട് വന്നോ ഇല്ലയോ, വന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറയാൻ പോവാണ്. പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം തന്നെ പറയട്ടെ, +2 സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തു. +2 സ്പെഷ്യൽ എപ്പിസോഡ് നോക്കിയാൽ മതി. എപ്പിസോഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം 100% രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും ആവശ്യപ്രകാരമാണ്. കാരണം ഞാൻ ഓഗസ്റ്റ് 31 വരെ ഞാൻ ഓൺലൈൻ രജിസ്ട്രേഷൻ ഉള്ളായിരുന്നു. അന്നേരം അതിനകത്ത് നിൽക്കാത്തതുകൊണ്ടും രക്ഷകർത്താക്കൾ ഒരുപാട് പേരും പറഞ്ഞുകൊണ്ട് ഇനി ഗ്രൂപ്പിനകത്ത് ആഡിയോ എന്ന് പറഞ്ഞപ്പോൾ ഉറപ്പായിട്ട് ഞാനത് സെപ്റ്റംബർ 30 വരെയിലോട്ട് നീട്ടി. അതിനുവേണ്ടി മാത്രം സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്തതല്ല. കാരണം എനിക്ക് കുറേ സമയപരിധി ഇതിനകത്തുണ്ട്. ഞാൻ നിങ്ങളോട് പലവട്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഡിഗ്രിയുടെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഫിസിക്സ് ക്ലാസ് എടുക്കണം, +1 +2 എടുക്കണം, റെഗുലർ ക്ലാസ്, നമ്മുടെ എൻ്റെ കുട്ടികൾക്കുള്ള ക്ലാസ്, ഇതെല്ലാം എടുക്കണം. എല്ലാം സെപ്പറേറ്റ് ആണ്. പിന്നെ 10 CBSE, 10 സ്റ്റേറ്റ്, ഇത്രയും ക്ലാസ് താഴോട്ട് വരുന്നില്ല. എന്നാൽ ഇത്രയും ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് സമയം എടുക്കും. വാട്സപ്പ് ഗ്രൂപ്പ് നല്ല പോലെ ഇപ്പം എൻ്റെ 8 ബാച്ച് ഫുള്ളായി, 9ാമത്തെ ബാച്ച് ഫുള്ളാകുന്നു, 10ാമത്തെ ബാച്ച് അതിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അന്നേരം ഇത്രയും 10 ബാച്ചോളം ഓൺലൈൻ കുട്ടികളോളം വന്നു കഴിഞ്ഞു. അന്നേരം നല്ല വൃത്തിയായിട്ട് പഠിക്കുന്നു. എനിക്ക് നല്ലപോലെ കെയർ ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഞാൻ ആ സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം അതൊന്നുമല്ല. നിങ്ങളുടെ ഗവൺമെന്റ് പറഞ്ഞൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു ജനുവരിയിലേക്കൊക്കെ തുറക്കാം. കാരണം ഇപ്പോൾ കൊറോണ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജനുവരിയിലേക്കൊക്കെ തുറക്കാം. ജനുവരി ഫെബ്രുവരിയിലേക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ആ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത്രയും സീരിയസ് ആയിട്ട് പഠിക്കാനുണ്ട്. +1 പഠിക്കാനുള്ള +2 ടോപ്പിക് നമുക്ക് 3 മാസം കൊണ്ട്, മെയിലായിരിക്കാം പരീക്ഷ, 3 മാസം കൊണ്ട് തീർക്കാൻ പറ്റുമോ? ഇല്ല. അന്നേരം എല്ലാവരും ക്ലാസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ക്ലാസ് വന്നിരിക്കും. പക്ഷേ അന്നേരത്തിന് നമ്മുടെ നല്ല സമയങ്ങൾ, ഇപ്പൊ ഈ ഇമ്പ്രൂവ്മെന്റ് ഒരു വർഷത്തിനാണെന്ന് 2 മാസം കൊണ്ട് പഠിച്ചു തീർക്കാമെങ്കിൽ ഒരു 8 മാസം 9 മാസം എടുത്താൽ വൃത്തിയായിട്ട് +2 പഠിച്ചാൽ 1 മാർക്ക് പോലും നിങ്ങൾക്ക് പോകത്തില്ലെന്ന ഗ്യാരണ്ടിയാണ്. നല്ല വൃത്തിയായിട്ട് പഠിക്കണം. 100% നിങ്ങളോടൊപ്പം ഞാനാണ് എല്ലാം മോണിറ്റർ ചെയ്യുന്നത്. ഞാനാണ് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിനകത്ത് യൂട്യൂബിന്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നതും എല്ലാം. പക്ഷെ അത് പ്രൈവറ്റ് ആണ്. കാരണം ഒരുപാട് ഉണ്ട്. പക്ഷേ ഗ്രൂപ്പിന്റെ എല്ലാ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നു. കുട്ടികളൊക്കെ നല്ല ഹാപ്പിയാണ്, നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു പോകുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യണം എന്ന് പറയുന്നത്, ആവശ്യമുള്ളവർ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. സമയം കളയുക, അതാണ് ഏറ്റവും അറിയേണ്ടത്. പിന്നെ എനിക്ക് ഒരു ദിവസം എടുക്കാവുന്ന കോളിന്റെ പരിമിതി അത്രയുണ്ട്. ആ പരിമിതി ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് വിളിക്കാം. ഞായറാഴ്ചകളിൽ 5 മണി മുതൽ 10 മണി വരെ വിളിക്കാം. ധൈര്യമായിട്ട് വിളിക്കാം. ഈ കാര്യങ്ങൾ നോട്ട് ചെയ്യണം. നിങ്ങളുടെ ആവശ്യമാണ്. എനിക്കറിയാം ലാസ്റ്റ് ടെൻഷൻ അങ്ങോട്ട് ബിൽഡപ്പ് ചെയ്യുമ്പോൾ അയ്യോ ഞങ്ങൾ അങ്ങനെ പഠിക്കും. അത് ഈ വർഷം വളരെ പ്രാധാന്യമുള്ള വർഷമാണ്. നേരത്തെ സ്കൂളിലെങ്കിലും പോയി കുറച്ച് ടീച്ചർമാരെങ്കിലും എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ സ്കൂളിൽ പോകുന്നതിനെ കുറിച്ച് പോലും അറിയത്തില്ല. പക്ഷെ പരീക്ഷകളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നു. റിസൾട്ടുകളെല്ലാം കൃത്യമായിട്ട് വരുന്നു. അന്നേരം അതൊരു കാര്യം, മെയിൻ കാര്യം. അന്നേരം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വിളിക്കേണ്ട സമയം 7 മണി മുതൽ 10 മണി വരെ, സെപ്റ്റംബർ 30 വരെ ഇപ്പം തൽക്കാലം നീട്ടിയിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും ധൈര്യമായിട്ട് വിളിക്കാം. ഫുള്ള് ക്ലാസ്സും ഫുള്ള് നോട്ട്സ് ഉൾപ്പെടെ വളരെ പരിമിതമായ ഫീസ് മാത്രമേ ഈടാക്കത്തുള്ളൂ. അത് വളരെ സിമ്പിളാണ്. ഞാനൊരു സാധാരണപ്പെട്ട മനുഷ്യനാണ്. എനിക്കറിയാം എല്ലാവരുടെയും സ്വാഭാവികമായിട്ടും ആ രീതിക്ക് അനുസരിച്ചുള്ള ഫീസ് മാത്രമേ ഉള്ളൂ. ധൈര്യമായിട്ട് വിളിച്ച് ആഡ് ചെയ്യണം. പറയാം. അതാണ് പേരൻസ് വിളിക്കാൻ പറയുന്നത്. ഒരു ഫോർമാലിറ്റിയാണ്. പേരൻസ് തന്നെ വിളിക്കണം. കാരണം പിന്നെ അടുത്ത കാര്യം, +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഡേറ്റ് പ്രഖ്യാപിച്ചോ? ഇല്ല. അത് +1 എന്ന് പറയുന്നത് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ എന്തെങ്കിലും പറ്റിയതായിരിക്കാം. പക്ഷെ അത് +2 സേ പരീക്ഷയാണ്. 22, 23, 24 എന്നൊക്കെ പറയുന്നത് +2 സേ ആണ്. +1 പരീക്ഷയുടെ ഡേറ്റ് പ്രഖ്യാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഒരു നോട്ടിഫിക്കേഷൻ തരണം നിങ്ങൾക്ക്. 2, ഫീസ് അടയ്ക്കാൻ. നിങ്ങൾക്ക് 3 പേപ്പറിന് ഫീസ് അടയ്ക്കേണ്ട ഗവൺമെന്റിന്. അന്നേരം അത് ഗവൺമെന്റ് അത് നിർത്തലാക്കത്തില്ലല്ലോ. ആ ഫീസ് അടയ്ക്കാൻ നിങ്ങൾക്ക് ഒരു തീയതി തരും. അതിനുശേഷമേ പരീക്ഷയുടെ ടൈം ടേബിൾ പറയത്തുള്ളൂ. ഇതെല്ലാം ഒരുമിച്ചങ്ങ് വരും. അന്നേരം ഒക്ടോബർ 3rd വീക്കിലേക്കൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം +1 ഇംപ്രൂവ്മെന്റിന്റെ പരീക്ഷ. അന്നേരം അതിന് മുമ്പ് നമുക്ക് റിവൈസ് ചെയ്തൊക്കെ തീർക്കണം. ഇന്ന് നമ്മൾ 7ാമത്തെ യൂണിറ്റിലേക്ക് പോകും. ലൈവ് ക്ലാസ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്, എനിക്കൊന്ന് സെപ്റ്റംബർ 20 കണ്ട് ഞാൻ ലൈവായിട്ട് വരും. നിങ്ങളുടെ മുമ്പ് ലൈവായിട്ട് ഞാൻ വരും. ഒരു ലൈവ് ഞാൻ ആദ്യം ചെയ്തിരുന്നു. ഇനി ഒക്ടോബർ 3 കുറച്ചുകൂടെ സമയം കിട്ടും. ഒക്ടോബർ 3 സമയമൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയിക്കാം. ഒക്ടോബർ 3 ഞാൻ ഉറപ്പായിട്ടും ലൈവിൽ വരും. 5 മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ പറയാം. +1 ടെൻഷൻ തീർന്നല്ലോ.
ഇനി റീവാലുവേഷന്റെ റിസൾട്ട് വന്നു, കുറെ കുട്ടികൾക്ക് ചേഞ്ച് വന്നു. ചേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 5 മാർക്ക് മുതലൊക്കെ ചേഞ്ച് വരാം. 5 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക് മുതൽ ചേഞ്ച് വരാം. അത് എത്രത്തോളം വരും എന്ന് പറഞ്ഞാൽ 10-25 മാർക്കൊന്നും ചേഞ്ച് വരത്തില്ല. 5-നും ഒരു 10-15-നും ഇടയിൽ മാർക്കിന് ചേഞ്ച് വരാം. കൂടുതൽ പേർക്കും 5-നും 10-നും ഇടയിലായിരിക്കും ചേഞ്ച് കൂടുതൽ വരുന്നത്. ചേഞ്ച് എത്രയാണെന്ന് ഇപ്പം കാണിക്കുന്നില്ല, പക്ഷെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ മാത്രമേ ചേഞ്ച് അറിയത്തുള്ളൂ. എന്തായാലും 5 മാർക്ക് മിനിമം ഉണ്ടെങ്കിൽ ചേഞ്ച് ഉറപ്പായിട്ടും, ചേഞ്ച് എന്നുള്ളത് മിനിമം, ചേഞ്ച് വന്നവർക്ക് ഉറപ്പായിട്ടും 5 മാർക്ക് മിനിമം കിട്ടിയിരിക്കും. അത് നിങ്ങൾക്ക് ആശ്വാസം വരുന്ന വാർത്തയാണ് റീവാലുവേഷന് ചേഞ്ച് ഉള്ളവർക്ക്. പിന്നെ മറ്റൊരു കാര്യം, സാറേ കാശ് തിരിച്ചു കിട്ടുമോ റീവാലുവേഷൻ? 10%. എന്റെ വിശ്വാസം അനുസരിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ച് 10% കൂടുതൽ മാർക്കിന്റെ ഉദ്ദേശിച്ച മാർക്കിന്റെ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പൈസ റീഫണ്ട് ചെയ്ത് തരും. റീഫണ്ട് ചെയ്ത് തന്നവരുടെ എല്ലാം ലിസ്റ്റ് ഹയർ സെക്കൻഡറി ബോർഡ് കൃത്യമായിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ട് റീഫണ്ടിന്റെ എല്ലാം ലിസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിനകത്ത്. ഒരു നെറ്റിന്റെ ഒരു എന്തോ ഒരു സൈറ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. ആ സൈറ്റൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ആ സൈറ്റ് ഞാൻ പറഞ്ഞുതരാം. അന്നേരം അതെല്ലാം ഇട്ടിട്ടുണ്ട്. അന്നേരം അതെല്ലാം ചെയ്തിട്ടുണ്ട്. അതെല്ലാം പരീക്ഷകളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നു. പഠിക്കാതിരിക്കോ. പിന്നെ മറ്റൊരു കാര്യം, IPL വരികയാണ്. അടിച്ചു പൊളിച്ച് IPL കാണാം, പക്ഷേ പഠിച്ചിട്ട് കാണണം. എന്താന്ന് പറഞ്ഞാൽ അവസാനം IPL-ന്റെ ഫൈനലും സെമി ഫൈനലും കഴിഞ്ഞാൽ അവര് പൈസ മേടിച്ച് അവർ പോകും. നമ്മളത് കാണണം. അപ്പൊ ഞാനിവിടെ കാണുന്നതായിരിക്കും, പക്ഷെ ഞാൻ സമയം കിട്ടിയാൽ മാത്രമേ ഞാൻ കാണത്തുള്ളൂ ഇപ്പം. കാരണം ഇതിപ്പോ നിങ്ങള് IC കിടക്കുന്ന പേഷ്യൻസാ, ഇംപ്രൂവ്മെന്റ് പബ്ലിക് എക്സാം വരുന്ന പേഷ്യൻസാ. അവിടുന്ന് ഇറങ്ങി ഓടി നടക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അവിടെ കിടന്ന് കളിക്കണം കേട്ടോ. അന്നേരം അതെല്ലാം ഓർക്കുക. നമുക്ക് മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുന്നു. വളരെ 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 കീനായിട്ട് നിങ്ങൾ മനസ്സിലാക്കും എന്ന് ഉറപ്പാണ്. നിങ്ങൾ പ്ലസ് 2 ക്ലാസ്സിനെ കുറിച്ച് ഒരു ടെൻഷൻ വേണ്ട. കേരളത്തിലുള്ള എല്ലാ കുട്ടികളോടായിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാ കുട്ടികൾക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്നവർക്ക്, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എനിക്ക് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാം വിളിക്കാം. നല്ലപോലെ പഠിക്കാം. വളരെ സിമ്പിൾ നോട്ട്സിൽ പഠിച്ച് പ്ലസ് 2 അടിപൊളിയാക്കാം. ഫ്യൂച്ചർ ഫിസിക്സിന്റെ കാര്യത്തിൽ ഞാൻ ഉറപ്പാണ്. മറ്റുള്ള വിഷയങ്ങളായിട്ട് ഞാൻ കേട്ടില്ല. ഫിസിക്സിന്റെ കാര്യത്തിൽ 100% ഒരു എക്സ്പീരിയൻസ് കൊണ്ടും ഞാൻ എന്റെ മാക്സിമം ഡെഡിക്കേഷൻ കൊണ്ടും അത് 100% കാര്യം. ഓക്കെ, അന്നേരം നമുക്ക് ഇനി സമയം കളയുന്നില്ല. നമ്മൾ വേവ്സിന്റെ ഒരു കുറച്ച് പവർ ഉണ്ട്, വലിയൊരു ചാപ്റ്ററാണ്. എല്ലാ പോർഷനും തീർത്ത് നമുക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് 1 മണിക്കൂർ കൊണ്ട് പാട്ട് പാടി പഠിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതും തീർക്കും, സിമ്പിളായിട്ട് തീർക്കും, അടിപൊളിയായിട്ട് പഠിക്കും. ഓക്കെ, വാ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിന്റെ ലാസ്റ്റ് ഭാഗം ഡോപ്ലർ എഫക്റ്റിലേക്ക് പോകും. അന്നേരം ഡോപ്ലർ എഫക്റ്റിന് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, ബേസിന്റെ കഴിഞ്ഞ 2 വോള്യത്തിനകത്ത് നമ്മൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഒന്നും ചോദിക്കത്തില്ല. ചോദിക്കുന്ന ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരും. നോട്ട്സിനകത്ത് കൃത്യമായിട്ടുണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച പ്രോഗ്രസീവ് വേവ് അല്ലെങ്കിൽ ട്രാവലിംഗ് വേവ്, സ്റ്റേഷനറി വേവ്സ് ഓർ സ്റ്റാൻഡിംഗ് വേവ്സ്, ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്, ബീഡ്സ്, ഇത് 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കുക, ഒന്നും കളയരുത്. എല്ലാം മാർക്കായിട്ട് വരും, ചോദിക്കും. കഴിഞ്ഞ 2 വോള്യൂംസ് കാണണം. അതിനുശേഷം പഠിക്കുന്നതാണ് ഡോപ്ലർ എഫക്റ്റ് ഇൻ സൗണ്ട്. ഡോപ്ലർ എഫക്റ്റ് ഇൻ സൗണ്ട് എന്ന് പറയുന്നത് എടുത്തെഴുതാനുള്ള കാണണം. ഡോപ്ലർ എഫക്റ്റ് എന്ന് മാത്രം എഴുതിയാൽ മതി. പക്ഷേ ഡോപ്ലർ എഫക്റ്റ് ഇൻ സൗണ്ടും ഉണ്ട്, ലൈറ്റും ഉണ്ട്. എന്നിട്ട് നിങ്ങളോട് വാട്ട് ഈസ് മീൻ ബൈ ഡോപ്ലർ എഫക്റ്റ് എന്ന് ചോദിച്ചാൽ ഇത് എഴുതിയാൽ മതി. എന്നിട്ട് ഞാൻ വളരെ ഈസി ആയിട്ട് എൻ്റെ എക്സാമ്പിൾ ഒന്ന് പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോളുക. നിങ്ങൾ ട്രെയിൻ കണ്ടിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടുണ്ട്, പ്ലാറ്റ്ഫോം കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ വളരെ കാര്യമായിട്ട് ഞാൻ നിൽക്കുകയാണ്. ട്രെയിൻ അടുത്തോട്ട് വരുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി ഓഫ് സൗണ്ടിന്റെ ഫ്രീക്വൻസി കൂടി. അടുത്തോട്ട് വരുമ്പോൾ സൗണ്ടിന്റെ ഫ്രീക്വൻസി കൂടി. അകന്നു പോവുകയാണ് ആ ട്രെയിൻ. എന്ത് സംഭവിക്കും? സൗണ്ടിന്റെ ഫ്രീക്വൻസി കുറഞ്ഞു. അന്നേരം അടുത്ത് വരുമ്പോൾ ഫ്രീക്വൻസി കൂടുകയും അകന്നു പോകുമ്പോൾ ഫ്രീക്വൻസി കുറയുകയും. അന്നേരം ഈ ഫ്രീക്വൻസിയുടെ അപ്പാരന്റ് ചേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഓഫ് സൗണ്ടിനെ പറയുന്ന പേരാണ് ഡോപ്ലർ എഫക്റ്റ്. സിമ്പിൾ. അപ്പാരന്റ് ചേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഓഫ് സൗണ്ട് എന്ന് പറയുന്നതാണ് ഏത് ഡോപ്ലർ എഫക്റ്റ്. ഈ ഡോപ്ലർ എഫക്റ്റ് വളരെ 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 സിമ്പിളായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഈ എക്സാമ്പിളിലൂടെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. പക്ഷെ എൻ്റെ ഡയഗ്രം ഒരു സിമ്പിളായിട്ടുള്ള ഇക്വേഷനോടെ മനസ്സിലാക്കിയാൽ അതുകൂടെ എഴുതണം നിങ്ങൾ 2 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ. ഓക്കെ, വണ്ടി പോകുന്ന സൗണ്ട്. ഓക്കെ, നമുക്ക് അതിന്റെ സിമ്പിളായ ഡയഗ്രത്തിലോട്ടൊന്ന് പോകാം. ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇവിടെ S എന്നും L എന്നും എഴുതിയിട്ടുണ്ട്. എന്താണ് S, എന്താണ് L?
എസ് എന്ന് പറഞ്ഞാൽ സോഴ്സ് ആണ്. ഇപ്പൊ സോഴ്സ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. എൽ എന്ന് പറഞ്ഞാൽ ലിസണർ ആണ്. ലിസണർ പറഞ്ഞാൽ ശ്രോതാവ്. അപ്പൊ ഞാനാകാം, കാണുന്ന നിങ്ങൾ ശ്രോതാവാണ്. അന്നേരം സോഴ്സ് എന്ന് പറയുന്നത് ട്രെയിൻ ആകാം, എൽ എന്ന് പറയുന്നത് ലിസണർ ആകാം. എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യം, എപ്പോഴും സോഴ്സിൽ നിന്നും ലിസണറിലോട്ട് പോകുമ്പോൾ ഡയറക്ഷൻ ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് എടുക്കത്തുള്ളൂ. സോഴ്സിൽ നിന്നും ലിസണിലോട്ട് പോകുമ്പോൾ ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവ് ആയിട്ടേ എടുക്കത്തുള്ളൂ. ഓർക്കുക. തിരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ലിസണറിൽ നിന്നും സോഴ്സിലോട്ട് പോകുമ്പോൾ ഡയറക്ഷൻ എന്തുമായിട്ട് എടുക്കത്തുള്ളൂ? നെഗറ്റീവ് ആയിട്ട് എടുക്കത്തുള്ളൂ. നമുക്ക് സ്പെഷ്യൽ കേസ് ചെയ്യുമ്പോൾ ഈ ധാരണ മനസ്സിലുണ്ടെങ്കിൽ വളരെ ഈസി. 8 സ്പെഷ്യൽ കേസുകളും ഞാൻ തന്നിട്ടുണ്ട് നോട്ടിനകത്ത്. 2 എണ്ണമെങ്കിലും ഞാൻ ചെയ്യിപ്പിക്കും. നന്നായിട്ട് മനസ്സിലാക്കാം. ഇത് ഓർത്തിരുന്നാൽ മതി. സോഴ്സിൽ നിന്ന് ലിസണിലോട്ട് ഡയറക്ഷൻ പോസിറ്റീവ്, ലിസണിൽ നിന്ന് സോഴ്സിലോട്ട് വരുമ്പോൾ ഡയറക്ഷൻ നെഗറ്റീവ്. ഇനി ഇതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തൊന്നും പഠിക്കണ്ട. ഞാൻ അതിന് മുമ്പ് എഴുതിയിട്ടുണ്ട്. നോക്കി, ഡയറക്ഷൻ ഓഫ് സോഴ്സ് ടു ലിസണർ ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. തിരിച്ച് ദി ഡയറക്ഷൻ ഓഫ് ലിസണർ ടു സോഴ്സ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്. ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഞാൻ ഇക്വേഷൻ ഒന്ന് വായിക്കാം ആദ്യം. ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു വി മൈനസ് വി എൽ ബൈ വി മൈനസ് വി എസ് ഇൻറ്റു ന്യൂ. ഇത് ഈ ന്യൂ ഡാഷ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം പറഞ്ഞ അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ആണ് ന്യൂ ഡാഷ്. വി മൈനസ് വി എൽ ബൈ വി മൈനസ് വി എസ്. വി എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ്. അപ്പം എല്ലാവരും ചോദിക്കും വെലോസിറ്റി ഓഫ് സൗണ്ട് എന്താണെന്ന്. ഞാൻ സാധാരണ ക്ലാസ്സിലൊക്കെ ചോദിക്കും മിക്കവാറുള്ളവരെല്ലാം 3.3 into 10 raised to 8 meter per second. Velocity of sound 3 into 10 raised to 8 meter per second. അല്ല, അത് velocity of light ആണ്. 3 into 10 raised to 8 meter per second. Velocity of sound എന്ന് പറഞ്ഞാൽ 340 meter per second ആണ്. വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് പ്രോബ്ലത്തിൽ ന്യൂമറിക്കൽസിൽ 340 meter per second തന്നോന്നില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ കോൺസ്റ്റന്റ് വാല്യൂ ആണ്. നിങ്ങൾ സെക്കൻഡറി പ്രാക്ടിക്കലിന് റെസണൻസ് കോളം എന്ന് പറഞ്ഞ അപ്പാരറ്റസിനകത്ത് വെലോസിറ്റി ഓഫ് സൗണ്ട് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഈ വാല്യൂ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അന്നേരം ഇവിടെ വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ്. 340 meter per second ആണ്. വി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് ലിസണർ. വെലോസിറ്റി ഓഫ് ലിസണർ. പിന്നെ ബൈ വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ്. വി എസ് എന്തുമായിരിക്കും? സ്വാഭാവികമായിട്ടും വി എസ്. വി വലുതായിട്ട് താഴെയായിട്ട് എസ്. വി എസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദി സോഴ്സ്. ന്യൂ എന്ന് പറഞ്ഞാൽ സാധാരണ ഫ്രീക്വൻസി. ഇവര് ന്യൂമറിക്കലിനകത്ത് വിത്ത് ഫ്രീക്വൻസി ഓഫ് 500 ഹെർട്സ്. അന്നേരം നിങ്ങൾ ന്യൂ ഈസ് ഈക്വൽ ടു 500 ഹെർട്സ്. അന്നേരം ചേഞ്ച് ഇൻ ഫ്രീക്വൻസി, അപ്പാൻ്റെ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ്റെ കൂട്ടത്തിൽ നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു വി മൈനസ് വി എൽ ബൈ വി മൈനസ് വി എസ് ഇൻറ്റു ന്യൂ. അന്നേരം നമ്മൾ ഡോപ്ലർ എഫക്റ്റ് പഠിച്ചു. ഈസി ആയിട്ട് പഠിച്ചില്ലേ? അതിൻ്റെ ഡയഗ്രാം പഠിച്ചു. ഈ ഡയഗ്രാം വൃത്തിയായിട്ട് വരയ്ക്കണം. സ്പെഷ്യൽ കേസ് ചോദിച്ചാൽ ഡയഗ്രാം വൃത്തിയായിട്ട് വരച്ചാൽ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളതിൻ്റെ ഇക്വേഷൻ പഠിച്ചു. ഇനി അതിൻ്റെ 1-2 സ്പെഷ്യൽ കേസ് നമുക്ക് ഒന്ന് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ വാ. ഓക്കെ, നമുക്ക് സ്പെഷ്യൽ കേസിലേക്ക് ഒന്ന് കയറി പോകാം. പലർക്കും ഭയങ്കര ബുദ്ധിമുട്ട്. സ്പെഷ്യൽ കേസ് ഞങ്ങൾക്ക് തല കയറുന്നില്ല. നിങ്ങൾ ഒന്ന് നോക്കുക. സിമ്പിൾ. ഞാൻ 8 കേസ് എൻ്റെ നോട്ടാകുന്നുണ്ട്. 2 കേസ് പഠിപ്പിച്ചു തരാം. അത് പഠിച്ചാൽ നിങ്ങൾ ബാക്കിയുള്ള കേസുകളെല്ലാം നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യും. ആദ്യത്തെ കേസിലോട്ട് പോവാം. കേസ് 1. ഇത് കേസ് 2 ആണ്. കേസ് 1 രണ്ട് കേസ് പഠിക്കും. ക്വസ്റ്റ്യൻ ഇത്രയും തരത്തിലുള്ളതായിരിക്കും അവർ ഉറപ്പായിട്ടും. വെൻ ദി സോഴ്സ് മൂവ് ടുവേഴ്സ് ദി സ്റ്റേഷനറി ലിസണർ. നിങ്ങൾ ഈ പടവും ഈ ഇക്വേഷൻ സൈഡിലോട്ട് പടം വരച്ചിട്ടേക്കുക. ഇക്വേഷൻ മെയിൻ ഷീറ്റിലോട്ട് തന്നെ എഴുതിയേക്കുക. When the source move towards the stationary listener. സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ആ വാക്കിന്റെ അർത്ഥം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ആണ്. സ്റ്റേഷനറി ലിസണർ എന്ന് പറയുമ്പോൾ അതിന്റെ കണ്ടീഷൻ എന്താണ്? സ്റ്റേഷനറി ലിസണർ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി ലിസണർ വി എൽ അല്ലേ? സ്റ്റേഷനറി ആയതുകൊണ്ട് റെസ്റ്റ് ആയതുകൊണ്ട് വി എൽ 0. വെൻ ദി സോഴ്സ് മൂവ് ടുവേഴ്സ്. സോഴ്സ് ലിസണറിലോട്ട് മൂവ് ചെയ്യാണ്. നോക്കിയാൽ സോഴ്സ് ലിസണറിലോട്ട് പോകുമ്പോൾ ഡയറക്ഷൻ എന്തുവാ? പോസിറ്റീവ്. അന്നേരം വി എസ് എന്ന് പറയുന്നത് പോസിറ്റീവ്. ഈ 2 കാര്യം വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാം. വി എൽ എന്ന് പറയുന്നത് 0, വി എസ് എന്ന് പറയുന്നത് പോസിറ്റീവ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇക്വേഷനോട്ടൊന്ന് കൊടുക്കാം. ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു കണ്ടുപിടിക്കണമല്ലോ. വി മൈനസ് വി എൽ ബൈ വി മൈനസ് വി എസ് ഇൻറ്റു ന്യൂ. ഒന്ന് നിങ്ങളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു വി എന്ന് പറയുന്നതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. വി മൈനസ് വി എൽ എന്ന് പറയുന്നത് 0. അന്നേരം 0
ബൈ വി മൈനസ് വി എസ്. വി മൈനസ് പ്ലസ് ആണ് ഓട്ടോമാറ്റിക്കായിട്ടും, പിന്നെ മൈനസ് പ്ലസ് എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ തന്നെ വരും, വി എസ് ഇൻറ്റു ന്യൂ. ഉണ്ടോ? എന്ത് സിമ്പിളായിട്ട് ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു വി ബൈ വി മൈനസ് വി എസ് ഇൻറ്റു ന്യൂ. ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്തരം കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡയഗ്രാം ഇത് നന്നായിട്ട് അറിയാമെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഓർത്തിരിക്കണം. വി മൈനസ് ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു വി മൈനസ് വി എൽ ബൈ വി മൈനസ് വി എസ് ഇൻറ്റു ന്യൂ. അടുത്തതിലോട്ട് പോവാം. നിങ്ങൾ തന്നെ പറയണം എന്നോട്. ഇത് കാണുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിനോട് പറയണം. When the source moves away from the stationary listener, അവിടെ ആദ്യം നമ്മൾ എന്ത് നോക്കണ്ടേ? സ്റ്റേഷനറി ലിസണർ. അന്നേരം വി എൽ 0. When the source moves away, source moves away towards ഇങ്ങോട്ട്, away ആകുമ്പോൾ ഇങ്ങോട്ടാ, ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഡയറക്ഷൻ നെഗറ്റീവ്. അന്നേരം വി എസ് എന്ന് പറയുന്നത് നെഗറ്റീവ്. ഓക്കെ, ഇനി ഇക്വേഷൻ ഔട്ടം കൊടുക്കുകയാണ്. ഇക്വേഷൻ എഴുതുകയാണ്. ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു വി മൈനസ് വി എൽ ബൈ എന്ത് രസമുണ്ട് വി മൈനസ് വി എസ് ഇൻറ്റു. ഓക്കെ വാ. ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. ഇനി പുറത്തെടുക്കാമോ? ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു വി മൈനസ് വി എൽ 0, വി മൈനസ് 0 ബൈ വി മൈനസ് വി എസ് മൈനസ്, അന്നേരം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, വി പ്ലസ് വി എസ് ഇൻറ്റു ന്യൂ. ഫൈനൽ ഇക്വേഷൻ ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു വി ബൈ വി പ്ലസ് വി എസ് ഇൻറ്റു ന്യൂ. ഉണ്ടോ? ഇങ്ങനെ ഏത് ഇക്വേഷൻ സ്പെഷ്യൽ കേസൊക്കെ 2 മാർക്കിന് ഏതെങ്കിലും 2 ഈ 8 ഉള്ളൂ മാക്സിമം. 8 ഞാൻ നോട്ട് എടുത്തിട്ടുണ്ട്. 8 ഉറപ്പായിട്ടും 2 ചോദിക്കുകയാണെങ്കിൽ 2 മാർക്കിന് ഈസി ആയിട്ട് കിട്ടും. ഈ ഇക്വേഷൻ ഈ ഡയഗ്രാം ഓർത്തിരുന്നാൽ മാത്രം. ചെയ്യുന്ന മെത്തേഡ് ക്ലിയർ ആയില്ലേ? അടിപൊളി. അന്നേരം ഇനി നമുക്ക് എൻ്റെ ആപ്ലിക്കേഷൻസിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് പെട്ടതാണ്. ഡോപ്ലർ എഫക്റ്റിൻ്റെ ആപ്ലിക്കേഷൻസും ഡോപ്ലർ എഫക്റ്റിന് ലൈറ്റ് ഒരു എൻട്രൻസിനും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. അതൊന്ന് പറയാം. ഓക്കെ, അപ്പം ഡോപ്ലർ എഫക്റ്റിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, സ്പെഷ്യൽ കേസ് പറഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. ഡോപ്ലർ എഫക്റ്റിന്റെ ലിമിറ്റേഷൻ, എല്ലാ കാര്യങ്ങളിലും ലിമിറ്റേഷൻസ് ഉണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാം. ലിമിറ്റേഷൻ ചോദിച്ചിട്ടുണ്ട്, ആപ്ലിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. ലിമിറ്റേഷൻസിൽ ഒരു ലിമിറ്റേഷൻ, സൂപ്പർസോണിക് വെലോസിറ്റിക്ക് ഡോപ്ലർ എഫക്റ്റ് ആപ്ലിക്കബിൾ അല്ല. സൂപ്പർസോണിക് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വെരി 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 ഹൈ വെലോസിറ്റി. ഇപ്പൊ അത്ര അറിഞ്ഞാൽ മതി. വലിയ വെലോസിറ്റി ആയിട്ടുള്ള സൂപ്പർസോണിക് വെലോസിറ്റിക്ക് ഏത് ആപ്ലിക്കബിൾ അല്ല? ഇവൻ ആപ്ലിക്കബിൾ അല്ല ഡോപ്ലർ എഫക്റ്റ്. അതായത് ലിമിറ്റേഷൻ ആണ്. പിന്നെ ലിസണറിന്റെയും സോഴ്സിന്റെയും റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സൗണ്ടിനെ കാട്ടി കുറഞ്ഞിരിക്കണം. നോട്ട് നോക്കുമ്പോൾ വൃത്തിയായിട്ട് മനസ്സിലാകും. ലിസണറിന്റെയും സോഴ്സിന്റെയും റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സൗണ്ട് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് സൗണ്ടിനെ കാട്ടി കുറഞ്ഞിരിക്കണം. ഇത് 2 അതിന്റെ ലിമിറ്റേഷൻ ആണ്. ഓർത്തണം. ആപ്ലിക്കേഷൻസ് ഇഷ്ടം പോലെ പറയാം. സാധാരണ ഡോപ്ലർ എഫക്റ്റ് എല്ലാം ഉപയോഗിക്കുന്നത് ഒരു സ്പീഡൊക്കെ അറിയാൻ വേണ്ടിയാണ്. ടു എസ്റ്റിമേറ്റ് ദി സ്പീഡ് ഓഫ് സബ്മറൈൻസ്. സോണാർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സബ്മറൈൻ്റെ അന്തർവാഹിനികളായിട്ടുള്ളതിൻ്റെയൊക്കെ സ്പീഡ് മനസ്സിലാക്കാൻ, നമ്മുടെ ഓട്ടോമൊബൈലിൻ്റെയും എയറോപ്ലെയിൻ്റെയൊക്കെ സ്പീഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ. സ്പീഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വരുന്നതാണ്. അന്നേരം വെലോസിറ്റി ഓഫ് റൊട്ടേഷൻ ഓഫ് ദി സൺ ഇതൊക്കെ ട്രാക്ക് ചെയ്യാനും ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ ട്രാക്ക് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നതൊക്കെ ഏത് എഫക്റ്റാണ്? ഡോപ്ലർ എഫക്റ്റാണ്. അന്നേരം ഡോപ്ലർ എഫക്റ്റിൻ്റെ ലിമിറ്റേഷൻസ്, എൻ്റെ ആപ്ലിക്കേഷൻസ്. ഇനി ഞാൻ പറഞ്ഞു ഒരു വട്ടം പരീക്ഷ, 1-2 വട്ടം പരീക്ഷയ്ക്ക് വെച്ച് ക്വസ്റ്റ്യൻ ഡോപ്ലർ എഫക്റ്റ് ഇൻ ലൈറ്റ്. നിങ്ങൾ 1 മിനിറ്റ് കൊണ്ട് ഇത് പഠിക്കും. ഡോപ്ലർ എഫക്റ്റ് ഇൻ ലൈറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട്. ഡോപ്ലർ എഫക്റ്റ് ഇൻ ലൈറ്റ് എന്ന് ചോദിക്കുമ്പം വെലോസിറ്റി, ലൈറ്റിന്റെ വേവ് ലെന്ത് കൂടിയാൽ, when the wavelength of light increases, അതിനെ പറയുന്ന പേര് വേവ് ലെന്ത് increases. Wavelength of light increases. ഓക്കെ, അതിനെ പറയുന്ന പേര് റെഡ് ഷിഫ്റ്റ്. ഷിഫ്റ്റ് അല്ല, റെഡ് ഷിഫ്റ്റ് എന്നാണ്. അന്നേരം ഞാൻ പലപ്പോഴും ഇതിന്റെ മാത്സ് ഫോളോയിലൊക്കെ റെഡ് ഷിഫ്റ്റ് എന്നൊക്കെ കാണുമ്പോൾ എവിടെ ഞങ്ങൾ പഠിച്ചിട്ടേ ഇല്ല, +1 ഉണ്ട്. when wavelength of light increases അതിനെ പറയുന്ന പേര് റെഡ് ഷിഫ്റ്റ് എന്നും, wavelength of light decreases അതിനെ പറയുന്ന പേര്
ബ്ലൂ ഷിഫ്റ്റ് എന്നും. ബ്ലൂ ഷിഫ്റ്റ്. വേവ് ലെങ്ത് കൂടിയാൽ അതിനെ റെഡ് ഷിഫ്റ്റ് എന്നും വേവ് ലെങ്ത് കുറഞ്ഞാൽ അതിനെ ബ്ലൂ ഷിഫ്റ്റ് എന്നും പറയും. ഇത്രയും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അന്നേരം എല്ലാ ഡോപ്ലർ എഫക്റ്റിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ഒന്ന് രണ്ട് ജനറൽ ആയിട്ടുള്ള 2-3 ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം ഞാൻ അടുത്ത യൂണിറ്റിലേക്ക് പോവാണ്. ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു കഴിഞ്ഞു. 6 ചാപ്റ്റർ കഴിഞ്ഞു. 7ാമത്തെ ചാപ്റ്ററിലോട്ട് ഞാൻ പോവാണ്. പോകുമ്പോൾ നിങ്ങൾ ആകെ ബേസ് 1, 2, 3 മൊത്തം പഠിപ്പിച്ചാണ് പോകുന്നത്. പിന്നെ ഒക്ടോബർ മുതൽ നമ്മൾ ഒരു ക്ലാസ് എക്സ്ട്രാ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചെയ്യാനും അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനും ഉപയോഗിക്കും. ഒരു ക്ലാസ് 3 ക്ലാസ് ആകും. അന്നേരം ഒരു ക്ലാസ് അതിന് വേണ്ടി ഉപയോഗിക്കും. ഓക്കെ, അന്നേരം നമുക്ക് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, അന്നേരം നമുക്ക് ബേസിനകത്തെ 1-2 ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്. ബാക്കിയുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എല്ലാം ഒക്ടോബർ മുതലുള്ള നമുക്ക് 3 ക്ലാസ് ആക്കും. 2 ക്ലാസ് നമ്മുടെ റെഗുലർ ക്ലാസ്സും 1 ക്ലാസ് ഫുള്ള് നമുക്ക് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ ഒക്ടോബർ മുമ്പേ ചിലപ്പോൾ ഞാൻ ആക്കാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. അത് പോട്ടെ. അന്നേരം നമ്മുടെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ട്. എൻ്റെ നോട്ട്സിനകത്ത് ഒരു 15 പ്രീവിയസ് ഇയർ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് 15 ഉണ്ട്. അതിനകത്ത് തന്നെ ഓൾറെഡി ഉണ്ട്. ഒരുപാട് വട്ടം അത് തന്നെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. പെട്ടെന്ന് നോക്കാം. When a stone is dropped into a river, certain waves are formed on the surface. ഒരു കല്ലെടുത്ത് ആറ്റിനകത്തോട്ടോ കുളത്തിനകത്തോട്ടോ വെള്ളത്തിനകത്തോട്ടോ ഇട്ടു, അവിടെ ഒരു വേവ് കിട്ടും അല്ലെ? ഇങ്ങനെ ഒരു വേവ്, ഇങ്ങനെ വേവ്സ് കിട്ടും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഇറ്റ് ഈസ് ഇറ്റ്? സംശയമില്ലാതെ പറഞ്ഞാൽ തറപ്പിച്ച് ഉറപ്പിച്ച് ട്രാൻസ്വേഴ്സ് വേവ്. എന്താ വേവ് ആണ്? ട്രാൻസ്വേഴ്സ് വേവ്. ഒരു കല്ല് വെള്ളത്തിനകത്തോട്ട് ഇടുമ്പോൾ കിട്ടുന്ന വേവ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഇത് പരീക്ഷയ്ക്ക് വെച്ച ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഈസ് ഇറ്റ് എ പ്രോഗ്രസീവ് വേവ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കണം. എക്സ്പ്ലെയിൻ. ഇതൊരു പ്രോഗ്രസീവ് വേവ് ആണോ എന്നാ എക്സ്പ്ലെയിൻ ചെയ്യും. ഇഫ് എസ്, ഡിറൈവ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ദി വേവ്. അത് എസ് ആണ്, ഈ ക്വസ്റ്റ്യൻ എസ് ആണെങ്കിൽ ഡിറൈവ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. അത് നമുക്കൊരു ശകലം ലോജിക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാവും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത് നോ ആണെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇടേണ്ട ആവശ്യമില്ല. അന്നേരം ഈസ് ഇറ്റ് എ പ്രോഗ്രസീവ് വേവ്? ട്രാവലിംഗ് വേവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് വേവ് ആണ്. ബിക്കോസ് ഇറ്റ് വൈബ്രേറ്റ്സ് സിമ്പിൾ ഹാർമോണിക്കലി. ഇത്രയും മാത്രം നിങ്ങൾ എഴുതുക. യെസ്, ഇറ്റ് ഈസ് എ പ്രോഗ്രസീവ് വേവ് എന്ന് പറയുന്നത് യെസ്. ഈസ് ഇറ്റ് എ പ്രോഗ്രസീവ്? യെസ്, ഇറ്റ് ഈസ് എ പ്രോഗ്രസീവ് വേവ് ബിക്കോസ് ഇറ്റ് വൈബ്രേറ്റ്സ് ഹാർമോണിക്കലി. ഇറ്റ് വൈബ്രേറ്റ്സ് സിമ്പിൾ ഹാർമോണിക്കലി. അങ്ങനെ എഴുതുക. ഓക്കെ, ആ എക്സ്പ്ലെയിൻ എന്നുള്ളതിന് മാർഗമായി. ഇഫ് എസ്, ഡിറൈവ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ദി എബോവ് വേവ്. ഏത് വേവ്? പ്രോഗ്രസീവ് വേവിന്റെ എക്സ്പ്രഷനുകളാണ്. അവിടാണ് കളി. എന്നാൽ നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിച്ചാലേ പറ്റുള്ളൂ. പടം വരയ്ക്കണം. പ്രോഗ്രസീവ് വേവ് ആദ്യം പഠിപ്പിച്ച് ഡിറൈവ് ആയിട്ട് നമ്മൾ ആദ്യം പഠിപ്പിച്ച പ്രോഗ്രസീവ് വേവ് അല്ലെങ്കിൽ ട്രാവലിംഗ് വേവ് നല്ല വൃത്തിയായിട്ട് പടം വരച്ച് ഡിറൈവ് ചെയ്ത് എഴുതണം. ഓക്കെ, അതാണ് അധികം. ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയല്ലോ. ഇനി വെള്ളത്തിൽ കല്ലിട്ടാൽ ഏത് വേവ് കിട്ടും എന്നുള്ളതിന് സംശയം വേണ്ട. ട്രാൻസ്വേഴ്സ് വേവ്. ഇതെല്ലാം എഴുതും. ചിലർ ഒരെണ്ണം മാത്രം എഴുതിയിട്ട് ഫുൾ മാർക്ക് കിട്ടുന്ന പറഞ്ഞാൽ വരില്ല. ഇതെല്ലാം എഴുതിയാലേ മാർക്ക് കിട്ടത്തുള്ളൂ. A string is attached between, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. A string is attached between 2 points. The string is plucked at one end and released. The wave will reflect back. ഇത്രയേ ഉള്ളൂ എൻ്റെ അർത്ഥം. ഒരു സ്ട്രിങ് ഇങ്ങനെ കെട്ടി തൂക്കി ഇങ്ങനെ ഇട്ടേക്കാണ്. അവിടത്തൊന്ന് പ്ലക്ക് ചെയ്ത് കട്ട് ചെയ്തോളൂ. അത് തിരിച്ച് ഇതുപോലെ റിഫ്ലക്ട് ചെയ്യും. നിങ്ങൾ നോക്കിയേ, നമ്മൾ അങ്ങനെ ഒരെണ്ണം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ അന്നേരം എല്ലാം ബേസിനകത്ത് എല്ലാ കാര്യങ്ങളും നോക്കിയാൽ ഡോപ്ലർ എഫക്റ്റ് അല്ല, ഓപ്പൺ പൈപ്പ് ക്ലോസ്ഡ് പൈപ്പ് അല്ല, ബീറ്റ്സ് അല്ല, ഇതിനൊന്നുമല്ല, പ്രോഗ്രസീവ് വേവ് അല്ല. പിന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു, ഒരു വേവ് ഇങ്ങനെ സഞ്ചരിക്കുന്നു, തിരിച്ച് ഓപ്പോസിറ്റ് റിഫ്ലക്ട് ചെയ്ത് സഞ്ചരിക്കുന്ന വേവ്. കഴിഞ്ഞ ക്ലാസ് വേവ്സിനകത്ത് ഞാൻ പഠിപ്പിച്ചതാണ്. റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് സഞ്ചരിക്കുന്ന വേവ് എന്ന് പറഞ്ഞാൽ ഏത് വേവ് ആണ്? സ്റ്റേഷനറി വേവ്സ് ഓർ സ്റ്റാൻഡിങ് വേവ്സ്. അത് കറക്റ്റ് ആയിരിക്കണം. കാരണം അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയിട്ടില്ല. അതിനകത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഇറ്റ് ഈസ്. നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡിങ് വേവ്സ് ഓർ സ്റ്റേഷനറി വേവ്സ്. വാട്ട് ആർ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്? 2 മാർക്ക് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ പ്രോപ്പർട്ടീസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പർട്ടീസ് എഴുതുന്നത് ഞാൻ 4 പ്രോപ്പർട്ടീസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റേ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 നോഡ്സ് ഓർ ആന്റി നോഡ്സ് ഈസ്, ഇത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നോഡ് ആൻഡ് ആന്റി നോഡ്, നോഡിന് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇല്ല. ഇങ്ങനെ പറഞ്ഞ് തന്നേക്കുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ച പോലെ ഇതിനകത്തുള്ള ആ കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതണം. ഞാൻ ആപ്ലിക്കേഷൻ ക്വസ്റ്റിനകത്ത് റഫർ നോട്ട്സ് എന്ന് ബ്രാക്കറ്റ് എഴുതും. റഫർ നോട്ട്സ് എന്ന് നിങ്ങൾ എഴുതുക. റഫർ നോട്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ നോട്ട് നോക്കി റഫർ ചെയ്ത ക്വസ്റ്റ്യൻ എഴുതാൻ. ഓക്കെ, അന്നേരം അത് ക്ലിയർ ആണ്. മൂന്നാമത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ ദി മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ ഓഫ് ദി എബോവ് വേവ്. അന്നേരം ആ എബോവ് വേവ് തെറ്റിയാൽ മൊത്തം തെറ്റത്തില്ലേ? മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ ആണ് സ്റ്റാൻഡിംഗ് വേവ്സിന്റെ വൃത്തിയായിട്ട് പടം വരച്ചിട്ട്
നല്ല വൃത്തിയായിട്ട് ഡെറിവേഷൻ ചോദിച്ചു. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരാളെ സംശയം ചോദിച്ചു, ഒരു മോൻ സംശയം ചോദിച്ചു ഇതുപോലെ സ്റ്റാൻഡിങ് വേവ്സ് സ്റ്റേഷനറി വേവ്സ് ചോദിക്കുമോ? 100% ചോദിച്ചിട്ടുണ്ട്. ചോദിക്കുമോ? അടുത്തോടെ ചോദിക്കുന്നുള്ളല്ലോ, ചോദിച്ചിട്ടുണ്ട് എന്തായാലും. അത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം റെസൊണൻസ് കോൾ അപ്പാരറ്റസ് ലാബിൽ ചെയ്യുന്നു, അവിടെ ഏത് തരം ഫിനോമിനാണ് റെസൊണൻസിന്റെ ഒക്കെ ഫിനോമിനൻ എന്ന് പറയുന്നത്? റെസൊണൻസ് എന്ന് പറയുന്നത് റെസൊണൻസ് കോൾ അപ്പാരറ്റസ് ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ റെസൊണൻസ് ആണ്. നാച്ചുറൽ ഫ്രീക്വൻസിയും എക്സ്റ്റേണൽ ഫ്രീക്വൻസിയും സെയിം ആകുമ്പോൾ അവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്ന അല്ലെങ്കിൽ മാക്സിമം സൗണ്ട് കിട്ടുന്നതിനെ പറയുന്ന പേരാണ് റെസൊണൻസ്. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ അതിനകത്ത് തന്നിട്ടുണ്ട്. ഓപ്പൺ പൈപ്പ് ക്ലോസ്ഡ് പൈപ്പിൽ ഏതാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ യൂസ് ചെയ്യുന്നത്? ഏതാണ്? ഓപ്പൺ പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. കാരണം എല്ലാ ഹാർമോണിക്സും അവിടെ പ്രസന്റ് ആണ്. ഇതെല്ലാം നമുക്ക് വിശദമായിട്ട് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ചാപ്റ്ററെല്ലാം തീർന്നു. 6ാമത്തെ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. അടുത്ത ഒറ്റ മണിക്കൂർ, ഇതാണ് ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത, ഒറ്റ മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ചാപ്റ്റർ തീർത്തങ്ങ് വെച്ചേക്കുക. ആ ചാപ്റ്ററിന്റെ പേരാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. ഒറ്റ മണിക്കൂർ നിങ്ങൾ ഈ ക്ലാസ്സും അടുത്ത ക്ലാസ്സും കൊണ്ട് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് തീർക്കുമ്പോൾ ഒറ്റ മണിക്കൂർ കൊണ്ട് പഠിക്കാനുള്ളതേ ഉള്ളൂ. പഠിച്ചങ്ങ് പാട്ട് പോലെ പഠിക്കാം, ഈസി. കാരണം ആ ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. +1 ഇംപ്രൂവ്മെന്റിന് വേണ്ടി പഠിപ്പിക്കുന്ന 7ാമത്തെ യൂണിറ്റ്. ഓർക്കുക, എത്രാമത്തെ യൂണിറ്റ് ആണ്? 7ാമത്തെ യൂണിറ്റ് ആണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. ഓക്കെ, അന്നേരം ഇത് പഠിപ്പിച്ചു തീരുമ്പോൾ ഈ ക്ലാസ്സും അടുത്ത ക്ലാസ്സും കൊണ്ട് പഠിപ്പിച്ചു തീർക്കുമ്പോൾ 1 മണിക്കൂർ വേണ്ട, പഠിച്ച് നല്ല തീർത്ത് നല്ല അടിപൊളിയായിട്ട് വെക്കാൻ. അത്രയ്ക്ക് ലോകത്തിൽ പിടിക്കും. അന്നേരം മെക്കാനിക്സ് ഓഫ് സോളിഡിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് സൈസ് ആൻഡ് ഷേപ്പ്. സോളിഡ്സിന് ഡെഫിനിറ്റ് സൈസ് ഉണ്ട്, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല +1 മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് വരുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രോപ്പർട്ടിയാണ്, സോളിഡ്സിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ ചാപ്റ്റർ ഉടനീളം പഠിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്ന ഇലാസ്റ്റിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അന്നേരം ഇലാസ്റ്റിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്കൊരു 2 വാക്കുകൾ തുടക്കം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്റർ തീരുന്നവർ 2 വാക്കുകൾ. ഒന്ന് ഡീഫോമിംഗ് ഫോഴ്സും റീസ്റ്റോറിംഗ് ഫോഴ്സും. ഏതൊക്കെയാണ്? ഡീഫോമിംഗ് ഫോഴ്സ് ആൻഡ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. എന്നാൽ ഞാനൊരു റബ്ബർ ബാൻഡ് എടുക്കുന്നു, ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണ് അല്ലേ? ഇത് ഇതിന്റെ ഒറിജിനൽ ഷേപ്പാണ്. വലിയ റബ്ബർ ബാൻഡ് ഒന്നും അല്ല കേട്ടോ, ഇത് ഇതിന്റെ ഒറിജിനൽ ഷേപ്പാണ് അല്ലേ? എന്താണ് ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് ഞാൻ പറയാം. നിങ്ങൾ നോക്കി, ഞാൻ ഇതിനെ ഒന്ന് വലിച്ചു കിട്ടി, ഇതിന്റെ സൈസും ഷേപ്പും മാറിയില്ലേ? ഞാനൊരു ഫോഴ്സ് കൊടുത്തു, ഇതിന്റെ സൈസും ഷേപ്പും മാറി. ഇങ്ങനെ ഇടുന്ന സാധനം ഞാനൊരു ഫോഴ്സ് കൊടുത്തു, ഇതിന്റെ സൈസും ഷേപ്പും മാറി. അതിനെ പറയുന്ന പേരാണ് ഡീഫോമിംഗ് ഫോഴ്സ്. എ ഫോഴ്സ് വിച്ച് ചേഞ്ചസ് ദി സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് എ ബോഡി ഈസ് നോൺ ആസ് ഡീഫോമിംഗ് ഫോഴ്സ്. സിമ്പിൾ ആയില്ലേ? ഡീഫോമിംഗ് ഫോഴ്സ് മനസ്സിലായല്ലോ. ഇനി റീസ്റ്റോറിംഗ് ഫോഴ്സ്. റീസ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫോഴ്സ് കൊടുത്ത് ഇതിന്റെ സൈസും ഷേപ്പും മാറി, തിരിച്ചൊരു ചെറിയ ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേന് ഇത് വീണ്ടും നമുക്ക് ഒറിജിനൽ സൈസും ഷേപ്പിലോട്ട് മാറും. അന്നേരം തിരിച്ചു വരുന്ന ഫോഴ്സിനെ പറയുന്നവര് ഇന്റേണൽ ഫോഴ്സ് എന്നാണ്. അന്നേരം ദി ഇന്റേണൽ ഫോഴ്സ് വിച്ച് ബ്രിങ്സ് ബാക്ക് ദി ബോഡി ടു ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ് ഈസ് നോൺ ആസ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. റെസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നുണ്ട്, റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഈ 2 കാര്യങ്ങൾ ഇതിനകത്ത് ഫണ്ടമെന്റലായിട്ട് അറിഞ്ഞിരിക്കണം. ഏതൊക്കെ? ഡീഫോമിംഗ് ഫോഴ്സ്, റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഇത് 2 ഒബേ ചെയ്യുന്ന ഒരു ബോഡിയുടെ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. വാട്ട് ഈസ് മീൻ ബൈ ഇലാസ്റ്റിസിറ്റി എന്നൊന്നും പരീക്ഷ ചോദിക്കത്തില്ല. ഡീഫോമിംഗ് ഫോഴ്സും റീസ്റ്റോറിംഗ് ഫോഴ്സും ഒക്കെ ഒബേ ചെയ്യുന്ന ഒരു ബോഡിയുടെ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. സിമ്പിൾ ആയിട്ട് നമ്മൾ 3 ടോപ്പിക്ക് കഴിഞ്ഞു. ഡീഫോമിംഗ് ഫോഴ്സ്, റീസ്റ്റോറിംഗ് ഫോഴ്സ്, പിന്നെ ഏതാണ്? ഇലാസ്റ്റിസിറ്റി. ഓക്കെ, അടുത്തിലോട്ട് നേരം പാട്ട് പോലെ പഠിക്കാമെന്ന് പറഞ്ഞത് നമ്മൾ പഠിച്ചു. ഡീഫോമിംഗ് ഫോഴ്സ്, റീസ്റ്റോറിംഗ് ഫോഴ്സ്, ഇലാസ്റ്റിസിറ്റി. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ്, ഇതിനകത്ത് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടൈം ചാപ്റ്ററിൽ അടുത്ത ചാപ്റ്റർ തീരുന്നവരെയുള്ള 2 ടൈമാണ് സ്ട്രെസ്സും സ്ട്രെയിനും. നമുക്ക് സ്ട്രെസ് അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, സിമ്പിൾ ആയിട്ട് പഠിക്കാം. സ്ട്രെസ്. ഓക്കെ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇപ്പൊ എന്തോന്ന് ഞാൻ പറഞ്ഞു,
ഒരു യൂണിറ്റ് ഏരിയയിലുള്ള അതൊരു യൂണിറ്റ് ഏരിയ എന്ന് വിചാരിക്കുക, ഒരു യൂണിറ്റ് ഏരിയയിലുള്ള റീസ്റ്റോറിംഗ് ഫോഴ്സിനെ പറയുന്ന പേരാണ് സ്ട്രെസ്. അന്നേരം സ്ട്രെസ് ഈസ് ഈക്വൽ ടു റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, ഇക്വേഷൻ ആയി. വാട്ട് ഈസ് മീൻ ബൈ സ്ട്രെസ്? ഇറ്റ് ഈസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ. സ്ട്രെസ് ഈസ് ഈക്വൽ ടു റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ. ഏതൊരു ക്വാണ്ടിറ്റി ആണെന്ന് ഒരു വട്ടം പരീക്ഷയ്ക്ക് വെച്ചിട്ടുണ്ട്, എൻട്രൻസിന് ചോദിക്കുന്നതായിരുന്നു വെക്റ്റർ ക്വാണ്ടിറ്റി. സ്ട്രെസ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് സ്ട്രെസ്? നിങ്ങൾ നോക്കിയേ, ഫോഴ്സിന്റെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണല്ലോ. ഫോഴ്സിന്റെ യൂണിറ്റ് എന്തുവാ? ന്യൂട്ടൺ. ബൈ ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അല്ലെങ്കിൽ മറ്റൊരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഉണ്ട്, പാസ്കൽ. ന്യൂട്ടൺ പെർ മീറ്റർ അല്ലെങ്കിൽ പാസ്കൽ. ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണെങ്കിൽ നിങ്ങൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണെങ്കിൽ CGS സിസ്റ്റത്തിനകത്ത് അതിന്റെ യൂണിറ്റ് വെച്ചിട്ടുണ്ട് സ്ട്രെസ്സിനകത്ത്. CGS സിസ്റ്റം, CGS ഇതെല്ലാം പഠിച്ച ഓർമ്മയുണ്ടല്ലോ അല്ലേ? സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. ന്യൂട്ടന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണെങ്കിൽ CGS സിസ്റ്റത്തിനകത്ത് എന്താ? ന്യൂട്ടന് പകരം ഡൈൻ ആണ്, മീറ്ററിന് പകരം CGS സിസ്റ്റത്തിനകത്ത് സെന്റിമീറ്റർ സ്ക്വയർ, അതായത് സെന്റിമീറ്റർ സ്ക്വയർ. അന്നേരം CGS സിസ്റ്റത്തിനകത്ത് സ്ട്രെസ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്, സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈൻ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി ഒരെണ്ണം പരീക്ഷയ്ക്ക് വെച്ചേക്കുന്ന, എല്ലാം പരീക്ഷയ്ക്ക് വെക്കുന്ന പറയുകയാണ് ബിഗർ യൂണിറ്റ് ഓഫ് പാസ്കൽ. ഒരുപാട് ബിഗർ യൂണിറ്റ് ഉണ്ട്. ഒരെണ്ണം നിങ്ങൾ അറിഞ്ഞിരിക്കണം, ജിഗാ പാസ്കൽ. GPN ജിഗാ പാസ്കൽ. നാനോ എന്ന് പറഞ്ഞാൽ 10⁻⁹ അല്ലേ? ജിഗാ പാസ്കൽ, 1 ജിഗാ പാസ്കൽ എത്രയെന്നും പരീക്ഷയ്ക്ക് വെച്ചിട്ടുണ്ട്. 1 ജിഗാ പാസ്കൽ ഈസ് ഈക്വൽ ടു 1 × 10⁻⁹ പാസ്കൽ. കണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു സ്ട്രെസ്സിനെ കുറിച്ച്. എല്ലാം എളുപ്പമല്ലേ? ജിഗാ പാസ്കൽ ഒരു ബിഗർ യൂണിറ്റ് ആണ്. 1 ജിഗാ പാസ്കൽ എത്രയെന്ന് പരീക്ഷയ്ക്കും ന്യൂമറിക്കലും എല്ലാം പരീക്ഷയ്ക്ക് ന്യൂമറിക്കലിനകത്ത് എല്ലാം ചോദിക്കും, അറിഞ്ഞിരിക്കേണ്ടതാണ്. 1 ജിഗാ പാസ്കൽ ഈസ് ഈക്വൽ ടു 1 × 10⁻⁹ പാസ്കൽ. ക്ലിയർ? അപ്പോൾ നമ്മള് അത് കഴിഞ്ഞു. ഇനി ഇതിന്റെ യൂണിറ്റ് ഡയമെൻഷൻ എന്നൊക്കെ പറയാമോ? ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സിന്റെ എന്താണ് ഡയമെൻഷൻ? പെട്ടെന്ന് പറഞ്ഞ mL(T⁻²-2). സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ എഴുതാൻ പോവാണ്. നിങ്ങൾ തന്നെ പറയണം ബൈ ഏരിയയുടെ L². L²ഉം ഒരു L ക്യാൻസൽ ആയി പോയി, ഇവിടെ ഒരു L വരും. L മോളി വന്നു കഴിഞ്ഞാൽ L⁻⁻⁻1 ആണ്. സ്ട്രെസ് ഈസ് ഈക്വൽ ടു mL⁻⁻⁻1 T⁻². ഉണ്ടോ? ഇതാണ് എന്റെ ഡയമെൻഷൻ. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ സ്ട്രെസ്സിനെ കുറിച്ച് പഠിച്ചു ഓർത്തേ. റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ, സ്റ്റാൻഡേർഡ് യൂണിറ്റ്, CGS സിസ്റ്റത്തിനകത്തുള്ള യൂണിറ്റ് ഡൈൻ പെർ സെന്റിമീറ്റർ സ്ക്വയർ, വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് സ്ട്രെസ്. ഇതെല്ലാം നോട്ടിനകത്ത് നല്ല സിമ്പിൾ. അതേ പറഞ്ഞേ, നോട്ട്സ് ഞാൻ തരുമ്പോൾ ഞാൻ പണ്ട് എങ്ങനെ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നോ അതുപോലെയാണ് ഞാൻ നിങ്ങൾക്ക് നോട്ട് തരുന്നത്. കാരണം നമുക്ക് നോട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തോന്നുന്നു. ചുമ്മാ വാരി വലിച്ച് കുറേ നോട്ട് തന്നു കഴിഞ്ഞാൽ ആരും പഠിക്കത്തില്ല, സത്യം. ജിഗാ പാസ്കൽ, 1 ജിഗാ പാസ്കൽ ഈസ് ഈക്വൽ ടു 1 × 10⁻⁹ പാസ്കൽ. ഓക്കെ, ഇനി സ്ട്രെസ്സിന്റെ ഡയമെൻഷൻ പറഞ്ഞു, mL⁻⁻⁻1 T⁻². ഇനി വളരെ സിമ്പിൾ ആയിട്ട് സ്ട്രെസ്സിന്റെ ടൈപ്സ് ഓഫ് സ്ട്രെസ് ഒരു 3 മിനിറ്റിനുള്ളിൽ നമുക്ക് ടൈപ്സ് ഓഫ് സ്ട്രെസ് തീർക്കാം സിമ്പിൾ ആയിട്ട്. ഓക്കെ, വാ. അന്നേരം ടൈപ്സ് ഓഫ് സ്ട്രെസ് എന്തൊക്കെയാണ്? ടൈപ്സ് ഓഫ് സ്ട്രെസ്. ഈ ടൈപ്സ് ഓഫ് സ്ട്രെസ് പഠിക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് സ്ട്രെയിനും എളുപ്പമാണ്. ഓക്കെ, 3 തരം സ്ട്രെസ് ഉണ്ട്. വെണ്ടയ്ക്ക് അക്ഷരത്തിൽ അല്ലെങ്കിലും അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ലീനിയർ സ്ട്രെസ് ഉണ്ട്, വോളിയം അല്ലെങ്കിൽ ബൾക്ക് സ്ട്രെസ് ഉണ്ട്, ഷിയറിംഗ് സ്ട്രെസ് ഉണ്ട്. അന്നേരം ടൈപ്സ് ഓഫ് സ്ട്രെസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3: ലീനിയർ സ്ട്രെസ്, വോളിയം ഓർ ബൾക്ക് സ്ട്രെസ്, ഷിയറിംഗ് സ്ട്രെസ്. ഈ പേരുകളെല്ലാം സ്ട്രെസ്. ഓക്കെ, ഈ പേരുകളെല്ലാം ഓർത്തേക്കുക. ലീനിയർ സ്ട്രെസ് വളരെ സിമ്പിൾ. ലീനിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ, ലീനിയർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ എപ്പോഴും ഓർത്തോണം. ഫിസിക്സിൽ ലീനിയർ എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത്, സ്ട്രെയിറ്റ് ഇങ്ങനെയുള്ളതാണ്. അന്നേരം ലീനിയർ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെങ്ത് ആണ്. ഒരു വസ്തുവിന്റെ ലെങ്തിന് വ്യത്യാസം വരുവാണെങ്കിൽ ഇറ്റ് ഈസ് എ സ്ട്രെസ് വിച്ച് കോസസ് ദി ചേഞ്ച് ഇൻ ദി ലെങ്ത് ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ ലെങ്തിന് വ്യത്യാസം വരുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലീനിയർ സ്ട്രെസ്. ഒരു വസ്തുവിന്റെ ലീനിയർ എന്ന് പറയുന്ന വാക്കി തന്നെ ഒരു വസ്തുവിന്റെ ലെങ്തിന് വ്യത്യാസം വരുവാണെങ്കിൽ അതിനെ പറയുന്ന പേരെന്തുവാ? ലീനിയർ സ്ട്രെസ്. ഈ ലീനിയർ സ്ട്രെസ് തന്നെ 2 രീതിയിലുണ്ട്. ടെൻസൈൽ സ്ട്രെസ്സും ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും. കംപ്രസീവ് സ്ട്രെസ് എന്താണ്? ടെൻസൈൽ സ്ട്രെസ്. ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മളല്ലോ ലെങ്തിന് വ്യത്യാസം വരുവാണെങ്കിൽ അത് ലീനിയർ സ്ട്രെസ്.
ലെങ്തിന് വ്യത്യാസം വരും എന്ന് പറഞ്ഞാൽ ലെങ്ത് കൂടാം, ലെങ്ത് കുറയാം. അന്നേരം ലെങ്ത് കൂടിയാൽ ഇഫ് യു ചേഞ്ച് ദി ഇൻക്രീസ് ദി ലെങ്ത് ഓഫ് എ ബോഡി ഇറ്റ് ഈസ് കോൾഡ് ടെൻസൈൽ സ്ട്രെസ്. ടെൻസൈൽ സ്ട്രെസ് ലെങ്ത് ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേര് ടെൻസൈൽ സ്ട്രെസ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നതായിരിക്കും ലെങ്തിന് ഡിക്രീസ് വന്നാൽ അതിനെ പറയുന്ന പേര് കംപ്രസീവ് സ്ട്രെസ്. എളുപ്പമല്ലേ? ലീനിയർ സ്ട്രെസ് എന്താണെന്ന് ഓർത്തിരിക്കുക. ഒരു വസ്തുവിന്റെ ലെങ്തിന് വ്യത്യാസം എന്ന് കഴിഞ്ഞാൽ അത് ലീനിയർ സ്ട്രെസ് ആണ്. അത് രണ്ട് രീതിയിലുണ്ട്, ടെൻസൈൽ സ്ട്രെസ് ഉണ്ട്, കംപ്രസീവ് സ്ട്രെസ് ഉണ്ട്. ഇൻക്രീസ് ഇൻ ദി ലെങ്ത് ഓഫ് ദി ബോഡി ആണെങ്കിൽ അത് ടെൻസൈൽ സ്ട്രെസ് ആണ്. ഡിക്രീസ് ഇൻ ദി ലെങ്ത് ഓഫ് ദി ബോഡി ആണെങ്കിൽ അത് കംപ്രസീവ് സ്ട്രെസ് ആണ്. കഴിഞ്ഞു. അടുത്ത വോളിയം അല്ലെങ്കിൽ ബൾക്ക് സ്ട്രെസ്. ബൾക്ക് സ്ട്രെസ് എന്ത് രസമുള്ള ആകെ നിങ്ങൾക്ക് ആശ്വസിക്കാനുള്ള ചാപ്റ്ററാണ് ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. അതോടെ നിങ്ങൾ കളഞ്ഞു പഠിക്കുക, നല്ല വൃത്തിയായിട്ടും പഠിച്ചോണം കേട്ടോ. ബൾക്ക് സ്ട്രെസ്, ബൾക്ക് സ്ട്രെസ്. ഓക്കെ, ഞാനൊരു ബോഡി വരയ്ക്കുന്നു. അതാണ്ട് ഇതൊരു ബോഡിയാണ്. ഇവിടോട്ടെല്ലാം ഞാനൊരു ഫോഴ്സ് കൊടുക്കുന്നു. ഡിങ് 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 എഫ് 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 ഫോഴ്സ്. ഇതൊരു യൂണിറ്റ് ഏരിയ നിങ്ങൾ കരുതുക, യൂണിറ്റ് ഏരിയ. ഓക്കെ, ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഒരു നോർമൽ ഫോഴ്സ് നമ്മൾ ഇത്രയും ഒരു പെർപെൻഡിക്കുലർ നോർമൽ ഫോഴ്സ് ചെയ്തു. അന്നേരം ഒരു യൂണിറ്റ് ഏരിയയിലുള്ള നോർമൽ ഫോഴ്സിനെ പറയുന്ന പേരാണ് ബൾക്ക് സ്ട്രെസ്. അത്രയും ഡെക്കറേഷൻ മതി, കൂടുതൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാട്ട് ഈസ് യൂണിറ്റ് ബൾക്ക് സ്ട്രെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി നോർമൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ബൾക്ക് സ്ട്രെസ് ഈസ് ഈക്വൽ ടു നോർമൽ ഫോഴ്സ്. വായിക്കാമല്ലോ അല്ലേ? നോർമൽ ഫോഴ്സ് by area. What is meant by bulk stress? It is the normal force per unit area. Bulk stress is equal to normal force by area. Clear? Okay. ഇനി അടുത്തത് മൂന്നാമത്തത് ഷിയറിംഗ് സ്ട്രെസ്. ഇതിനെല്ലാം ഡയഗ്രോഡ് വരച്ചാണ് പോകണം കേട്ടോ. ഇന്നലെ നമ്മൾ 2 മാർക്കിന് 1 മാർക്ക് ചോദിക്കണം. 2 മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഡയഗ്രോഡ് അങ്ങ് വരച്ചു. ഷിയറിംഗ് സ്ട്രെസിന്റെ പടം നല്ല രസം വരയ്ക്കാം. ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കുക, ഇങ്ങനെ അടുത്തൊരു ബ്ലോക്ക് വരയ്ക്കുക, അങ്ങോട്ട് ജോയിൻ ചെയ്യുക എന്നുണ്ട്. കണ്ടോ, ജോയിൻ ചെയ്തു. ഹായ് എന്ത് രസം. ഇങ്ങനെയുള്ള പടം വരയ്ക്കാനേ ഉള്ളൂ അറിയാമെന്ന് ചെയ്യും. അങ്ങോട്ട് വരച്ചു അല്ലേ? ഇപ്പം സോഡിയം ക്ലോറൈഡിന്റെ ക്രിസ്റ്റലിന്റെ ഒക്കെ രൂപമൊക്കെ പോലെ ഇങ്ങനൊരു ബോഡിയിൽ ഈ ബോഡി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഇവിടെ തൊട്ടാണ് ഇങ്ങനെ ഒരു ആരോ മറക്കി കൊടുത്തത്. ഇതിനോട് ചേർന്ന് ഇങ്ങനെ നമ്മൾ ചേർന്ന് കൊടുക്കുന്ന ഇതിനെ പറയുന്ന ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ്. എന്താ ഫോഴ്സ്? ഒരു സർക്കിളിനോട് ഇങ്ങനെ നമ്മൾ ചേർന്നൊരു വര വരയ്ക്കണത് ടാൻജന്റ് അല്ലേ? ഈ ഫോഴ്സിനെ പറയുന്ന പേര് ടാൻജൻഷ്യൽ ഫോഴ്സ്. അന്നേരം ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ടാൻജൻഷ്യൽ ഫോഴ്സിനെ പറയുന്ന പേരാണ് ഷിയറിംഗ് സ്ട്രെസ്. ഇതിന് വലിയ ഡെക്കറേഷൻ ആയിട്ട് എഴുതണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും പഠിച്ചാൽ മതി. ഇതിന്റെ ആവശ്യമുള്ളൂ നിങ്ങൾക്ക്. മനസ്സിലായോ? കൂടുതൽ പഠിക്കാനുള്ളത് കൂടുതൽ പഠിക്കുക, കുറച്ച് പഠിക്കാനുള്ളത് കുറച്ച് തന്നെ പഠിക്കുക, വൃത്തിയായിട്ട് പഠിക്കുക. കാരണം ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ what is mean by shearing stress? It is a tangential force by area. നിങ്ങൾ ഉറപ്പായിട്ട് ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും 1 മണിക്കൂർ കൊണ്ട് തീർത്ത് പിന്നെ റിവൈസ് പോലും ചെയ്യാതെ വെക്കാവുന്ന ചാപ്റ്ററാണ് ഇത്. അത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പെട്ടെന്ന്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ ആദ്യം നമ്മൾ പഠിച്ചത് ഡീഫോമിംഗ് ഫോഴ്സ്, റീസ്റ്റോറിംഗ് ഫോഴ്സ്, ഇലാസ്റ്റിസിറ്റി, സ്ട്രെസ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ടൈപ്സ് ഓഫ് സ്ട്രെസ് ഇപ്പൊ നമ്മൾ പഠിച്ചു. ഏതൊക്കെ? ലീനിയർ സ്ട്രെസ്, വോളിയം ഓർ ബൾക്ക് സ്ട്രെസ്, ഷിയറിംഗ് സ്ട്രെസ്. ഓക്കെ, അടുത്ത സ്ട്രെയിൻ. ഓക്കെ, അടുത്തത് സ്ട്രെസ് പഠിച്ചു കഴിഞ്ഞു. അടുത്തത് സ്ട്രെയിൻ. ഈസി ആയിട്ട് പഠിക്കണ്ടേ? എന്താണ് സ്ട്രെയിൻ? വാട്ട് ഈസ് മീൻ ബൈ സ്ട്രെയിൻ? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദി ഒറിജിനൽ ഡയമെൻഷൻ. ഇവിടെ ഡയമെൻഷൻ ഉദ്ദേശിക്കുന്നത് ലെങ്തും ബ്രെഡ്ത്തും വോളിയം എന്നൊക്കെയുള്ള ഡയമെൻഷന്റെ അർത്ഥം. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ. ചേഞ്ച്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, മാത്രമേ പഠിക്കാവുള്ളൂ. സ്കൂളിൽ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദി ഒറിജിനൽ ഡയമെൻഷൻ. സ്ട്രെയിൻ വളരെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ, വലിക്കൂട്ടനാണ്. സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദി ഒറിജിനൽ ഡയമെൻഷൻ. ഇനി സ്ട്രെയിന് ഇതൊരു റേഷ്യോ, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദി ഒറിജിനൽ, 2 ഡയമെൻഷൻ തന്നെ. അതുകൊണ്ട് ഇതിന് എന്തില്ല, വളരെ ഇമ്പോർട്ടൻറ്റ്. സിൻസ് ഇറ്റ് ഈസ് എ റേഷ്യോ
കൂടുതൽ ഡെക്കറേഷൻ വേണ്ട അല്ലേ. ഇറ്റ് ഈസ് എ റേഷ്യോ, therefore it has no unit. കാരണം 2 ഡയമെൻഷൻ അത് കട്ട് ചെയ്ത് പോകും. നോ യൂണിറ്റ് ആൻഡ് നോ ഡയമെൻഷൻ. ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസിൽ നമ്മൾ ആംഗിളും നമ്പേഴ്സും ഒക്കെ വരുന്നതിന്റെ കൂട്ടത്തിൽ വരുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഇത് സ്ട്രെയിൻ. സ്ട്രെയിൻ എന്തില്ല? ഡയമെൻഷൻ ഇല്ല. MLT റേഷ്യോ എന്നുള്ള ഡയമെൻഷൻ ഒന്നും ഇല്ല, യൂണിറ്റും ഇല്ല. കാരണം അത് എന്താണ്? ഇറ്റ് ഈസ് എ റേഷ്യോ. ഓക്കെ, ഇനി സ്ട്രെയിൻ പഠിക്കുമ്പോൾ സമയമായിട്ടും ടൈപ്സ് ഓഫ് സ്ട്രെയിൻ പഠിക്കണം. ടൈപ്സ് ഓഫ് സ്ട്രെയിൻ ഏതൊക്കെ? ഒന്ന് മറ്റേത് പഠിച്ച പോലെ തന്നെ ലീനിയർ സ്ട്രെയിൻ. 2 വോളിയം ഓർ ബൾക്ക് സ്ട്രെയിൻ. 3 ഷിയറിംഗ് സ്ട്രെയിൻ. ടൈപ്സ് ഓഫ് സ്ട്രെയിൻ ഏതൊക്കെയാണ്? പെട്ടെന്ന് വന്ന് ലീനിയർ സ്ട്രെയിൻ, വോളിയം ഓർ ബൾക്ക് സ്ട്രെയിൻ, ഷിയറിംഗ് സ്ട്രെയിൻ. നമുക്ക് ഈസി ആയിട്ട് അത് പഠിക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ടൈപ്സ് ഓഫ് സ്ട്രെയിൻ പഠിക്കാം. ആദ്യത്തത് ലീനിയർ സ്ട്രെയിൻ. എന്ത് എളുപ്പം അറിയോ ഇത്? നിങ്ങൾ പഠിക്കുമ്പോൾ എന്തൊരു ഈസിയാന്ന് നിങ്ങൾക്ക് അറിയോ? ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് സ്ട്രെയിനുള്ള മെയിൻ ഡെഫിനിഷൻ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ലീനിയർ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ ലെങ്ത് ആണ്. ആണ്ട് ഈ ഡയമെൻഷന്റെ സ്ഥാനത്ത് ഒരു ലെങ്ത് എന്ന് കൊടുത്താൽ മതി, തീർന്നു. ആണ്ട് എങ്ങനെ എഴുതാം? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. ഇക്വേഷൻ വേണമെങ്കിൽ എഴുതാം. ഒറിജിനൽ ലെങ്തിനെ ഞാൻ L എന്ന് എടുക്കുന്നു, ക്യാപിറ്റൽ L, നല്ല ഗംഭീരമായിട്ട് ഇരുന്നോട്ടെ. ചേഞ്ച് ഇൻ ലെങ്തിനെ ഡെൽറ്റ L എന്ന് എടുക്കും. കണ്ടോ, ലീനിയർ സ്ട്രെയിൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ അടുത്ത വോളിയം അല്ലെങ്കിൽ ബൾക്ക് സ്ട്രെയിൻ എന്തുവായിരിക്കാം? ലെങ്തിന്റെ സ്ഥാനത്ത് വോളിയം എന്ന് കൊടുത്താൽ മതി. അന്നേരം ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ഇക്വേഷൻ നിങ്ങൾ നാക്കിൻ തുമ്പത്ത് വരണം. ഒറിജിനൽ വോളിയം ഞാൻ ക്യാപിറ്റൽ V ആയിട്ട് എടുക്കുന്നു, ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ V. കണ്ടോ, 2 എണ്ണം കഴിഞ്ഞു. വോളിയം സ്ട്രെയിൻ, ലീനിയർ സ്ട്രെയിൻ കഴിഞ്ഞു, വോളിയം സ്ട്രെയിൻ കഴിഞ്ഞു. പക്ഷെ ഷിയറിംഗ് സ്ട്രെയിൻ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവരുമായിട്ടൊന്നും പൊരുത്തപ്പെട്ടു പോകത്തില്ല. ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു പാട്ട എടുക്കുന്നു, പാട്ട എടുത്തിട്ട് ഞാൻ അതിനെ ഇടിച്ച് ചളുക്കുക. ഒരു പെപ്സിയുടെ ഒരു ക്യാൻ ഞാൻ ഇടിച്ച് ചളുക്കുക. അതിന്റെ എന്തിനു വ്യത്യാസം വന്നു? ഷേപ്പിന് വ്യത്യാസം വന്നു, വോളിയത്തിന് വ്യത്യാസം വരത്തില്ല. അല്ലെങ്കിൽ എന്നെ ഒരാൾ ഇടിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ ഇടിച്ച് മുഖത്തിടിച്ച്, നമ്മുടെ ഷേപ്പിന് വ്യത്യാസം വരും. ഇടിച്ച് നീരൊക്കെ വെച്ചാൽ ഷേപ്പിന് വ്യത്യാസം വരും, പക്ഷെ എന്റെ വോളിയത്തിന് വ്യത്യാസം വരത്തില്ല. When a suitable force is applied on a body, it causes the change in shape of the body, but not in its volume. വോളിയത്തിന് യാതൊരു വ്യത്യാസം വരുന്നില്ല, പക്ഷേ ഷേപ്പിന് വ്യത്യാസം വരുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഷിയറിംഗ് സ്ട്രെയിൻ. അടിപൊളിയല്ലേ? കഴിഞ്ഞില്ലേ? ടൈപ്സ് ഓഫ് സ്ട്രെയിൻ കഴിഞ്ഞു. അത് ഞാൻ റിപ്പീറ്റ് പാട്ട് പോലെ നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ പറയുക. ഫസ്റ്റ് വൺ മെക്കാനിക്സ് ഓഫ് സോളിഡ്. ഫസ്റ്റ് വൺ ഡീഫോമിംഗ് ഫോഴ്സ്, റീസ്റ്റോറിംഗ് ഫോഴ്സ്, ഇലാസ്റ്റിസിറ്റി, സ്ട്രെസ്. ടൈപ്സ് ഓഫ് സ്ട്രെസ്സിൽ ആദ്യം വരുന്നത് ലീനിയർ സ്ട്രെസ്, അതിന്റെ 2 എണ്ണം ടെൻസൈലും കംപ്രസീവ് അതിന്റെ കൂട്ടത്തിലുണ്ട്. പോട്ടെ. രണ്ടാമത്തത് വോളിയം അല്ലെങ്കിൽ ബൾക്ക് സ്ട്രെസ്. മൂന്നാമത്തത് ഷിയറിംഗ് സ്ട്രെസ്. അത് പഠിച്ചു കഴിഞ്ഞു. സ്ട്രെയിൻ എന്താണ്? സ്ട്രെയിൻ എന്ന് പറഞ്ഞു. ടൈപ്സ് ഓഫ് സ്ട്രെയിൻ, ലീനിയർ സ്ട്രെയിൻ, വോളിയം ഓർ ബൾക്ക് സ്ട്രെയിൻ, ഷിയറിംഗ് സ്ട്രെയിൻ. ഇതൊക്കെ എന്ത് എളുപ്പം. അടുത്തയിലോട്ട് പോകും. എന്ത് എളുപ്പം അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് പറ. മമ്മന്റെ മക്കൾ പറ മക്കളെ. ഓക്കെ അല്ലേ? അടിപൊളിയല്ലേ? അടുത്ത വളരെ 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 ഈസി, ഒരു ലോയ്ക്ക് മുമ്പായിട്ട് പഠിക്കുന്ന ഒരു ചെറിയൊരു ടേം, ഇലാസ്റ്റിക് ലിമിറ്റ്. വീണ്ടും ഞാൻ റബ്ബർ ബാൻഡ് കൊണ്ടുവന്നു. ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്ട് ഇങ്ങനെ നീട്ടി പൊട്ടത്തില്ല. ശരിയോടെ വലിച്ചാൽ ആണ്ട അയ്യോ ഇതായി. ഇനി ഒന്നുകൂടെ വലിച്ചാൽ പൊട്ടിപ്പോകും അല്ലേ? ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇത് പൊട്ടത്തില്ലയോ? പൊട്ടു ഉറപ്പാ. അന്നേരം ഒരു വസ്തുവിന് കൊടുക്കുന്ന മാക്സിമം സ്ട്രെസ്, ഈ മാക്സിമം സ്ട്രെസ് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ബ്രേക്ക് ആവും. അന്നേരം ഇതുവരെ ഉള്ളതിനെ പറയുന്ന പേരാണ്, ഇതൊരു ലിമിറ്റ്, ഇതിനെ പറയുന്ന പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. എന്തോ ലിമിറ്റ് ആണ്? ഇലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ. എന്താണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് മനസ്സിലായല്ലോ? ഒരു വസ്തുവിന് കൊടുക്കുന്ന മാക്സിമം സ്ട്രെസ്, അത്
ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള മാക്സിമം സ്ട്രെസ്സിനെ പറയുന്നവരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള വളരെ 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 ഇമ്പോർട്ടന്റ് ലോ, ഹുക്സ് ലോ. ഹുക്കീസ് ലോ എന്നൊന്നും പറയരുത്, ഹുക്സ് ലോ. ഈ ചാപ്റ്ററിനകത്ത് ഒരേ ഒരു ലോയെ നിങ്ങൾക്ക് പഠിക്കാനുള്ള മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനകത്ത്, അത് ഹുക്സ് ലോ ആണ്. ഒരേ ഒരു ലോ. ഡയമെൻഷനകത്ത് പഠിക്കാനുള്ള ഒരേ ഒരു പ്രിൻസിപ്പിൾ, പെട്ടെന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. വേവ്സിനകത്ത് പഠിക്കാവുന്ന 3 ലോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടത്. ഇക്വേഷൻ വെച്ച് ന്യൂസിൽ 1/2L × √T/m, അത് മാത്രം. ഇങ്ങനെയുള്ളത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. കാരണം മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനകത്ത് പഠിക്കുന്ന ഏക ലോ ഹുക്സ് ലോ. വാട്ട് ഈസ് മീൻ ബൈ ഹുക്സ് ലോ? വിത്തിൻ ദി ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ആദ്യം സ്റ്റേറ്റ്മെന്റ് പറയാൻ ഈസിയാണ്, ഒറ്റ വരിയേ ഉള്ളൂ. വിത്തിൻ ദി ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ലോ ആകുമ്പോൾ അതുപോലെ തന്നെ എഴുതണ്ടേ? ഇലാസ്റ്റിക് ലിമിറ്റിൽ നിന്നുകൊണ്ട് തന്നെ സ്ട്രെസ് ഏതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്? സ്ട്രെയിൻ. ഒന്നുകൂടെ പറയാം. വിത്തിൻ ദി ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഈസി ആയിട്ട് പറഞ്ഞുതരാം. വിത്തിൻ ദി ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഇവിടെ മഴയൊക്കെ പെയ്യുന്നു കേട്ടോ, അവിടെ മഴയുണ്ടെന്ന് വിശ്വസിക്കുന്നു. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ് ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി സെയിം ആണെന്ന് കോൺസ്റ്റന്റ് കൊണ്ട് വിളിക്കുന്നു, K × സ്ട്രെയിൻ. അതിന് K ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ആ K പറയുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ് ഈസ് ഈക്വൽ ടു K × സ്ട്രെയിൻ. അതിന് K ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ, വേർ K ഈസ് നോൺ ആസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി. എളുപ്പമല്ലേ? ഇനി ഹുക്സ് ലോയ്ക്ക് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അടുത്ത വർഷമൊക്കെ പഠിക്കാനുള്ളതാണ്, പ്ലസ് 2 ആണുള്ളതാണ്. ഗ്രാഫ് ഒക്കെ സ്ട്രെയിൻ, ഒരു ഗ്രാഫ് വരയ്ക്കുമ്പം 2 ആക്സ് ഉണ്ട്, X ആക്സ് ഉണ്ട്, Y ആക്സ് ഉണ്ട്. X ആക്സിൽ strain along the X axis and stress along the Y axis. Graph is a strain. ഹുക്സ് ലോ പറയുമ്പോൾ നല്ല വൃത്തിയായിട്ട് എഴുതുക. എന്താണ് ഹുക്സ് ലോ എഴുതുക, വേർ K എന്താണെന്ന് എഴുതുക. A graph is plotted. പ്ലോട്ട് ചെയ്യുന്ന വരയ്ക്കുക. വിത്ത് strain along the X axis and stress along the Y axis. The graph is a straight line. മഴവെള്ളം ഇങ്ങനെ വീഴും. Graph is a straight line. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഇത്രയാണ് ഹുക്സ് ലോ. ഇത്രയും പഠിച്ചാൽ ഹുക്സ് ലോ എളുപ്പത്തിൽ വരും. ഓക്കെ, ഒരു കാര്യം ഇവിടെ പഠിക്കാം. ഈ K എന്ന് പറയുന്നതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും നിങ്ങൾ? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. K നിങ്ങൾ Kക്കുള്ള ഇക്വേഷൻ ഉണ്ട്, അതിന്റെ കൂട്ടത്തിൽ അങ്ങ് പഠിച്ചു പോകണം. സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ. മഴവെള്ളം വീഴുന്ന സൗണ്ട് കേട്ടോ. മഴയത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ പഠിച്ചോ മഴയായാലും കേട്ടോ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ. സ്ട്രെസ് ടു സ്ട്രെയിൻ വിത്തിൻ ദി ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സ്ട്രെസ് ടു സ്ട്രെയിൻ വിത്തിൻ ദി ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അന്നേരം ഇത്രയും കാര്യങ്ങൾ ഹുക്സ് ലോയോട് ചേർത്താൻ പഠിക്കും. ഇനി നമുക്ക് ഡിഫറെന്റ് മോഡുലേ ഓഫ് ഇലാസ്റ്റിസിറ്റി അടുത്ത ഒരു ക്ലാസ് കംപ്ലീറ്റ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ചെയ്യും. എന്നിട്ട് നമുക്ക് 8ാമത്തെ യൂണിറ്റിലോട്ട് പോകാം. ഞാൻ ചാടി കയറുകയാണ്, പഠിപ്പിച്ച് കയറുകയാണ്. എൻ്റെ കൂട്ടത്തിൽ ഞാൻ സ്പെഷ്യൽ ക്ലാസ്സുകൾ വെക്കും. ഒരാഴ്ചയിൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെല്ലാം ചേർന്ന് സ്പെഷ്യൽ ക്ലാസ്സും ഉണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടി അടിപൊളിയായിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കും. ഇമ്പ്രൂവ്മെന്റ് കഴിയുമ്പോൾ ഞാൻ കുറേ സ്പെഷ്യൽ സാധനം നിങ്ങൾക്ക് തരുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ പിന്നീടൊക്കെ പറയാം. ഇതൊക്കെ ഒരു ടിസ്റ്റായിട്ടിരിക്കട്ടെ. അത് നന്നായിട്ട് പഠിക്കുക. ഇന്ന് നമ്മൾ വേവ്സ് കുറെ പഠിച്ചു, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് കുറെ പഠിച്ചു. നന്നായിട്ട് കാണുക. വേവ്സിന്റെ നേരത്തെയുള്ള വോളിയങ്ങളെല്ലാം കാണാൻ മറക്കരുത്. കാണാൻ മറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ദോഷം വരും. കാരണം അത് ആദ്യം കണ്ടതുപോലെ തന്നെ ആ ഒരു സ്പീഡ് ഇപ്പം വേണം. അതായത് നിങ്ങളുടെ പരീക്ഷ റിസൾട്ട് കിട്ടിയ അതേ പേസ്, അതേ ബിൽഡപ്പ് ഇപ്പം നിങ്ങൾ റീബിൽഡ് ചെയ്ത് പോയില്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് മാർക്ക് കൊടുക്കും. പിന്നെ വിഷമിക്കരുത്. ഇമ്പ്രൂവ്മെന്റ് നല്ല മാർക്ക് കിട്ടും എന്നുള്ളത് 100% ഗ്യാരണ്ടി. നല്ലപോലെ പഠിച്ചാൽ എല്ലാ ജില്ലകളിലുള്ള കുട്ടികളുണ്ട്. എല്ലാ ജില്ലകളിലുള്ള കുട്ടികളോടും നമ്മുടെ സ്വന്തം കുട്ടികളോട് എല്ലാവരോടും, നിങ്ങളെല്ലാം നമ്മുടെ സ്വന്തം കുട്ടികളായി, എല്ലാവരോടും പറയുന്ന ഒരേ ഒരു വാക്ക്, നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ഇമ്പ്രൂവ്മെന്റിന് മാർക്ക് കിട്ടിയിരിക്കും. സംശയം വേണ്ട. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സാപ്പിനകത്ത് മെസ്സേജ് ആയിട്ട് നിങ്ങൾ ചെയ്തോളുക. +2 ക്ലാസ്സിന് ഒരു നിങ്ങൾ തലമുണ്ടാക്കേണ്ട.
നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ക്ലാസ്സിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസ് ഉറപ്പായിട്ടും ഞാൻ ഒരുക്കി തരും. അന്നേരം അടുത്ത ക്ലാസ്സിൽ ചൊവ്വാഴ്ച അടുത്ത നമ്മുടെ വീഡിയോ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് കംപ്ലീറ്റ് തീർന്നുകൊണ്ടുള്ളൊരു വീഡിയോ കണ്ടിരിക്കണം. ഒരു വീഡിയോ പോലും നിങ്ങൾ കാണാതെ പോകരുത്. നന്നായിട്ട് പഠിക്കുക. നോ ടെൻഷൻ. അടിപൊളിയായിട്ട്. ഓക്കെ ബൈ, സീ യു.